ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം ഞാൻ തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവരണം. ഓക്കെ, നമ്മളിതൊരു സ്റ്റഡിയാണ്, മനസ്സിലായോ? കഴിഞ്ഞ രണ്ടാഴ്ചത്തെ എൻ്റെ വീക്കിലി അനാലിസിസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന വഴി കൂടെയൊക്കെ തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. അത് നിങ്ങൾക്ക് ഈ ഓർമ്മയില്ല, നിങ്ങൾ മറന്നു പോകും. സംഭവം ശരിയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിന് മുന്നേ ഉള്ള കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി അനാലിസിസ് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളിത് കാണുക. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അന്നേരം ഇപ്പോൾ എന്താണ് പറഞ്ഞത്, ഇപ്പോഴെന്താ സംഭവിച്ചത്, ഇനി അടുത്ത ആഴ്ച എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം കൂടെ ഒരു സംക്ഷിപ്ത രൂപം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വൈഡായിട്ട് മനസ്സിലാകും. പെട്ടെന്ന് മാർക്കറ്റ് ഒരു വയലൻ്റ് മൂവ് നടത്തിയാൽ നിങ്ങൾക്ക് പേടി വരത്തില്ല. കാരണം എന്താ, ഈ 3 ആഴ്ച സംഭവം നിങ്ങളുടെ മനസ്സിലിരിപ്പുണ്ട്. അപ്പം മാർക്കറ്റ് പോയാൽ ഇവിടം വരെ പോവൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്കറ്റിനെ പറ്റി ഒരു ഭയം വരത്തില്ല, ഒരു എന്താ പറയുന്നത്, ഒരു പേടി നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ പ്രീവിയസ് കൂടെ കാണണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി മാർക്കറ്റിലേക്ക് വരാം. നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ കാര്യത്തിലേക്ക് ആദ്യം വരാം. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന്? ഓക്കെ, നോക്ക്, 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഈ നമ്മുടെ വരച്ചിട്ട് വരാം, ഈ ബെയറിഷ് എൻഗൾഫിങ് ക്യാൻഡിൽ. ഓക്കെ, എപ്പോഴാണോ ഇതിൻ്റെ 50% കട്ട് ചെയ്യുന്നത് അപ്പം മുതൽ ഇത് ബുള്ളിഷ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ നിങ്ങൾ ശരിക്കും സൂക്ഷിച്ച് നോക്കണം. ഞാൻ ഇച്ചിരി വലുതാക്കി കാണിക്കാം നിങ്ങൾക്ക്. നമുക്ക് ഇത്രയും ഭാഗം മതിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വലുതാക്കി കാണിക്കാം. മൗസിനെന്തോ പ്രശ്നം. ഓക്കെ, ഇങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പോൾ ഞാൻ കൃത്യമായിട്ടിവിടെ പറഞ്ഞിരുന്നു, ഈ ബെയറിഷ് എൻഗൾഫിംഗ് ആണ് നമ്മുടെ മെയിൻ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മളെന്തോ സ്റ്റഡി ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ 50% കട്ട് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻവാലിഡ് ആകും. അത് കട്ട് ചെയ്യാത്തിടത്തോളം കാലം ഇത് വാലിഡാണ്. അപ്പം ആദ്യത്തെ ദിവസം ഇതിപ്പോൾ 10 ദിവസം കഴിഞ്ഞാൽ അങ്ങേ ആഴ്ച പിന്നെ ഉണ്ടായ ബെയറിഷാണിത്. അത് കഴിഞ്ഞ ശേഷം 1, 2, 3 ഇത് 1, 2, 3, 4, 5 ഈ 5 ദിവസം ഉണ്ടായില്ല. അതിനുശേഷം എന്ത് ചെയ്തു, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തു, ഇല്ലേ? 1, 2, 3, 4, 5. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവസാനം ഇതിപ്പം 1, 2, 3, 4, 5. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച അവസാനം എന്ത് ചെയ്തു, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ശരിയല്ലേ? ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തുവായി, ഇത് ഇൻവാലിഡായി, ഇല്ലേ? ഇൻവാലിഡ്. ഇനി നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു ലോങ് ടൈമിൽ അതിൽ പൊസിഷണൽ സംഭവം നമുക്കിവിടെ എടുക്കാൻ പറ്റും. അങ്ങനെ പൊസിഷണലായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കണം? ഈ ക്യാൻഡിലിന് താഴെ ആയിരിക്കണം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ്, ശരിയല്ലേ? അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഒരു ഡോജി വന്നു, അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു, അതിൻ്റെ ശേഷം ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് കിട്ടി, ഇല്ലേ? അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് 12,900 മുതൽ 13,100 ഒരു 250 പോയിൻറ്റോളം നിങ്ങൾക്ക് മിഡ് ക്യാപ്പിനകത്തിൽ പൊസിഷണലായിട്ട്, ഇൻട്രാഡേ അല്ല ഞാൻ പറയുന്നത്, പൊസിഷണലായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് പൈസ ഉള്ളവർക്ക് പറ്റത്തുള്ളൂ. കാരണം പ്രീമിയത്തിന് ഏകദേശം 200-250 രൂപയാണ് വില. ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല ഒരു 10-15,000 രൂപകളും 15,000-20,000 രൂപകളും നിങ്ങൾക്ക് ഒരു ലോട്ടിന് വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടഞ്ഞത്. പക്ഷേ നിങ്ങൾ ഈ വീക്കിലി അനാലിസിസ് കണ്ട് ട്രേഡ് എടുത്തവർക്ക് പ്രോഫിറ്റ് ഉണ്ടായി കാണും. ചിലരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ പൈസ ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാച്ചത്. അപ്പം ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പം മാർക്കറ്റ് ഇനി എന്ത് ചെയ്തു, ഇത് കട്ട് ചെയ്ത് പോയതുകൊണ്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ബുള്ളിഷ് സെറ്റപ്പിലാണ് ഇനിയുള്ളത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് ലോസ് ഏതാണ്? ഈ ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും അടുത്ത സ്റ്റോപ്പ് ലോസ്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഈ ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും അടുത്ത സ്റ്റോപ്പ് ലോസ്. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന നോക്കുക, ഇത് കട്ട് ചെയ്യുന്ന നോക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തുവാണ് ഇത് രണ്ട് സെറ്റപ്പ് അല്ലേ? ഇത് ഒരേപോലെ സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റിലെ ഒരു
കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? അറിയത്തില്ല. ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഇത് ഒരു സാധ്യത മാത്രമാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. നിങ്ങൾ ഭരണബുദ്ധിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറന്നു. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഞാൻ കൃത്യമായിട്ട് പഠനം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല ചുമ്മാ ഒരു ദിവസം 2 ദിവസമൊക്കെ ട്രേഡ് എടുത്ത് കാര്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഫോർമേഷൻസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് വേണം കാര്യങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ ഇവിടെ നമ്മൾ ഒരു ഫോർമേഷൻ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ വരും വന്ന് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇത് ബ്രേക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ച് താഴോട്ട് വരും. ഓക്കെ, നമുക്കറിയത്തില്ല എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഫോർമേഷൻ, അപ്പോൾ നമുക്കതിന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഓക്കെ, അടുത്ത ആഴ്ച എന്താ സംഭവിക്കുന്നത്, ഒരു ബുള്ളിഷാണോ വരുന്നത്, ഇത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ എന്ത് ചെയ്തു സക്സസ് ആവും. പറഞ്ഞ് മനസ്സിലായല്ലോ? ഇതാണ് നമുക്ക് ഡെയിലി വീക്കിലി ബേസിസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമുക്ക് ലെവൽ വരയ്ക്കാൻ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അടിപൊളിയായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം വർക്ക് ചെയ്തു ഇല്ലേ? അപ്പോൾ നമുക്കിനി മാർക്കറ്റിലോട്ട് നമുക്കിനി ലെവലുകൾ വരയ്ക്കാം. ഇൻട്രാഡേ ഡേ ബേസിസിൽ വീക്കിലി ബേസിസിൽ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെവല് ഈ 2 എണ്ണമാണ്. ഈ കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ഫോർമേഷനാണ് ഇത് നോക്കുക. ഈ സാധനം നമ്മളിവിടെ വരയ്ക്കാം. ഇത് ക്രോസ് ചെയ്തു. ഓക്കെ, ഇതൊന്ന്. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് ചെയ്യണം ഇല്ലേ? ഇത് ക്രോസ് ചെയ്യണം. ഇതിപ്പോൾ 13,215 നമ്മളുടെ 13,215 ക്ലോസ് ചെയ്ത് ഒരു ഡേ ക്യാൻഡിൽ ഫോം ആയാൽ, ഡേ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ അപ്പ് മൂവ് നമ്മൾ കാണേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അടുത്ത ഈ ഹൈ. ഓക്കെ, ഇതായിരിക്കും അടുത്ത ഹൈ. ഓക്കെ, അത്ര 13,400 കൃത്യം. 13,400 കൃത്യം. അപ്പോൾ അടുത്ത റേഞ്ച് നമ്മുടെ 13,400 ആയിരിക്കും. ഓക്കെ, അത് ഓൾ ടൈം ഹൈ ആണ്. നമുക്ക് 13,400. നോക്കട്ടെ ഒരു മിനിറ്റ്. യെസ്, ഓൾ ടൈം ഹൈ ആണ് 13,400. അപ്പം നിങ്ങളിത് മനസ്സ് വെച്ചേക്കുക. ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് അന്നേരം നോക്കാം. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചുമ്മാ വെറുതെ നമ്മൾ ഒരു ജഗബോഹ പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 13,400 നമുക്ക് ബ്രേക്ക് ചെയ്യണം. ഇപ്പം നിൽക്കുന്നത് 13,000 നിൽക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത് 13,000 400 പോയിൻ്റ് മേലോട്ട് ട്രാവൽ ചെയ്യണം. അതിനുശേഷം പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ളത് ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ, നമുക്ക് എത്രത്തോളം മാർക്കറ്റ് പോകും എന്നുള്ളത്. ഇവിടുന്ന് നമുക്ക് കറക്റ്റായിട്ട് കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ലോയിൽ നിന്ന് ഇത്രയും പോയി കഴിഞ്ഞാൽ 665, 650, ഒരു 350 പോയിൻറ്റും കൂടെ ഇവിടുന്ന് പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാനൊന്ന് നോക്കിക്കോട്ടെ, നാളെ നോക്കട്ടെ, നമുക്ക് നാളെ നോക്കാം. ഇവിടാണ് ഹൈ പോയത്. ഓക്കെ, ഇവിടുന്ന് ഈ ലോ വരെ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇത് ഞാൻ ഈ ചെയ്യുന്നതൊന്നും അത്ര സൂചിക്കത്തില്ല. എനിവേ എന്തായാലും അത് മൂളിങ് വരയ്ക്കാം. ഈ ലോ ഇവിടുന്ന് മാർക്കറ്റ് ഇത്രയും വരെ പോയി, ഈ ഹൈ വരെ. ഓക്കെ, ഈ ഹൈ വരെ നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഇത്രയും കൂടെ പോവും. ഓക്കെ, ഇത്രയും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് എൻ്റെ മാത്രം പ്രഡിക്ഷനാണ്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഞാൻ ജസ്റ്റ് പ്രൊഡിക്റ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. മിഡ് ക്യാപ്പിൻ്റെ കാര്യം നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം 13,764, 750 കൂട്ടിക്കോ. 13,750, 764 നമ്മൾ കിടന്നോട്ടെ. അവിടെ 765 കുറയ്ക്കേണ്ട, 765 അവിടെ അങ്ങനെ കിടന്നോട്ടെ. അത് വലിയൊരു കനത്തിലൂടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വീക്കിലി ബേസിസിൽ നമുക്ക് പറയാനുള്ളത്. മാക്സിമം ടു മാക്സിമം പോയാൽ 13,765. അത് പോകണമെന്നുണ്ടെങ്കിൽ 13,400 ഓൾ ടൈം ഹൈ കട്ട് ചെയ്യണം. ഓക്കെ, ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് പോയെങ്കിൽ നമുക്ക് പക്ഷേങ്കിൽ അതിന് എന്ത് ചെയ്യണം, 215 കട്ട് ചെയ്ത് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ശരിക്കും മനസ്സിലാക്കിക്കോണം. 13,215 കട്ട് ചെയ്ത് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 13,400 ഓൾ ടൈം ഹൈ ആണ്. അതും ബ്രേക്ക് ചെയ്ത് മേളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് 13,765 വരെയൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് നമുക്കിപ്പോൾ ചാർട്ട് ബേസിൽ നമുക്ക് കാണുന്നു. ഓക്കെ, ഇനി നമുക്ക് താഴോട്ട് നോക്കാം. താഴോട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു ബേസ് ഒരു 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 ബോക്സ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. അതിന് മുന്നേ നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ, ഈ ഡേ വൈസിലുള്ളൊരു ട്രെൻഡ് ലൈനാണ് ഈ പോകുന്നത്. ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഇതിൻ്റെ ബോട്ടം ബ്രേക്ക് ചെയ്യണം. ഇതിൻ്റെ ബോട്ടം ഇത്. ഓക്കെ, ഇതിൻ്റെ ബോട്ടം ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ പിന്നെ നമ്മുടെ ഈ ട്രെൻഡ് ലൈന്, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബോക്സ്, ഇതായിരിക്കും താഴോട്ടുള്ള ഒരു സെറ്റപ്പ്. മുകളിലോട്ടുള്ള സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 13,215. കൃത്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരാഴ്ചത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ നമ്മുടെ മനസ്സിലിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യത ഈ കപ്പ് ആൻഡ് ഹാൻഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ 13,215 ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക്, ബ്രേക്ക് ചെയ്ത് ഒരു ഡേ ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ഒരു ഫോർമേഷനും ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മിഡ് ക്യാപ്പിൻ്റെ വീക്കിലി ബേസിസിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്കിനി ഇൻട്രാഡേയിലോട്ട് പോവാം. ഓക്കെ, ഇൻട്രാഡേയിലോട്ട് പോയാൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് പോവാം. ഓക്കെ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്? നാളെ ട്രേഡ് ചെയ്യേണ്ട റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നാളത്തെ റേഞ്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ നാളത്തെ റേഞ്ച്. മുകളിലോട്ടുള്ള റേഞ്ച് ഇതാണ്. ഇതിനകത്ത് നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. ഇതിന് മുകളിലോട്ടോ താഴോട്ടോ എങ്ങോട്ട് പോകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് നമ്മളുടെ ഇതായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് ഇത്. സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ കിടപ്പുണ്ട്, പിന്നെ തേർഡ് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്കിപ്പം ഈ 13,215 ഇതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. 13,400-നും 13,200 ഇടയ്ക്കാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു 45 മിനിറ്റ്സിലോട്ടൊന്ന് മാറ്റി നോക്കാം. എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയാണ്. സാധ്യതകൾ ഇല്ല. 1 അവർ 2 അവർ നോക്കിയാൽ ഓക്കെ, ഇടയ്ക്ക് നമുക്ക് ഒരെണ്ണം കിട്ടും. ഇതാണ് ഇടയ്ക്കത്തെ ഒരു ലൈൻ. ഈ സാധനം ഇവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്ര 298 എന്നുള്ളത് അത് 300 ആക്കാം. നമുക്ക് ഇവിടെ റൗണ്ട് ഫിഗർ ആക്കാം. ഓക്കെ, 13,300. അപ്പം 3 ഇത് സംഭവം നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മിനിറ്റിലോട്ട് വീണ്ടും തിരിച്ചു വരാം. മൗസ് കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് 13,039, 13,123. അതായിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് ഇവിടുന്ന് ഇവിടം വരെ. ഓക്കെ, 1 2 3 13,300 വരെ മതി. അതിൽ കൂടുതൽ കഴിഞ്ഞ് ആഡംബരമായപ്പോഴും സാധനം ഇവിടെ കിടപ്പുണ്ട്. എന്നാലും 13,300 വരെ മതി. അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ താഴോട്ട് നമ്മൾ വരച്ചില്ല, മാർക്ക് ചെയ്തില്ലല്ലോ അല്ലേ? താഴോട്ട് നമ്മൾ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ സാധനം ഇത് 1 ഇത് രണ്ടാമത്തെ, ഇത് രണ്ടാമത്തെ. ഓക്കെ, ഇത് മൂന്നാമത്തെ, ഈ സാധനം ഇത് 3. ഇനിയും നമുക്ക് നോക്കാനുള്ളത് ഇത് 4. ഇവിടം വരെ ഒന്നും വരികയില്ല എങ്കിൽ നമ്മളങ്ങ് വരച്ചിടുക. 4. ഓക്കെ, ഇതിനിടയ്ക്ക് ചെറിയ ഒരു ഇടത്താവളം ഉണ്ട് എങ്കിൽ തന്നെ അത് വേണ്ട, പോട്ടെ. 4 13,763 ഇവിടെ കൂടെ കിടക്കട്ടെ, ഒരെണ്ണം കൂടെ കിടക്കട്ടെ. ഇത്രയും. ഓക്കെ, അപ്പോൾ താഴോട്ടുള്ള സംഭവം കിട്ടിയില്ല നിങ്ങൾക്ക്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് താഴോട്ട് വരയ്ക്കാം. ഇവിടുന്ന് ഫസ്റ്റ് ടാർഗറ്റ് ഇങ്ങോട്ട് 1
ഈ മിഡ് ക്യാപ്പിനെ സ്നേഹിക്കുന്നവർ കണ്ടാൽ മതി കേട്ടോ. ചിലരിപ്പോൾ ഇതങ്ങ് സ്കിപ്പ് ചെയ്യും. അവർ നിഫ്റ്റിക്ക് വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുകയായിരിക്കും. ഓക്കെ, എന്തെങ്കിലും മിഡ് ക്യാപ്പിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എന്നെ ഞാനാക്കിയത് എന്നെ മിഡ് ക്യാപ്പാണ്. അതുകൊണ്ട് എനിക്ക് വന്ന വഴി മറക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മിഡ് ക്യാപ്പിനെ വിടാതെ പിന്തുടരുന്നത്. ഓക്കെ, ഇതിങ്ങനെ നിൽക്കട്ടെ, ഇത്രയോടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നാളത്തേക്കുള്ള ലെവലുകൾ. ഓക്കെ, മിഡ് ക്യാപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, നമുക്കിനിയും അടുത്തത് എങ്ങോട്ട് വരാം? നമുക്ക് നമ്മുടെ പ്രധാന കഥാപാത്രമായ നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, നിഫ്റ്റി ഡേ ക്യാൻഡിൽ. നിഫ്റ്റി ഡേ ക്യാൻഡിലിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ട്രെൻഡ് ലൈൻ, ഡേ ക്യാൻഡിൽ ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതാ നോക്കൂ, ആ ട്രെൻഡ് ലൈനാണ് ഈ കാണുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇത് ഇത്രയും കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇനി ഞാൻ ഇത് ഇച്ചിരി വലുതാക്കി കാണിക്കാം. കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ എന്താ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് നമ്മളുടെ ഹൈ, ഈ ഹൈ കട്ട് ചെയ്യണം എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇല്ലേ. ഈ ഹൈ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് നിഫ്റ്റിയിൽ ഉണ്ടാകൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എത്ര പേർ ഓർക്കുന്നുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഈ സംഭവം. ഇതാണ് ഈ ട്രെൻഡ് ലൈനാണ് നമ്മളുടെ ബോട്ടം, അതായത് ബ്രേക്ക് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സംഭവമാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ താഴോട്ടും കൂടെ ഒരു സംഭവം വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഇതാണ് നമ്മുടെ താഴോട്ടുള്ള ഒന്നുകിൽ ട്രെൻഡ് ലൈനും ഇതും എല്ലാം കൂടെ ഒന്നിച്ചാണ് 23,463. 23,500 യഥാർത്ഥത്തിൽ കട്ട സപ്പോർട്ട്. നമുക്ക് 23,500 തന്നെ വെക്കാം. ഓക്കെ, 23,537 ആയിപ്പോയി. 23,500. ഓക്കെ, ഇതാണ് കറക്റ്റ് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് 23,500. അത് പൊട്ടി താഴെ പോകാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടുകയും ഈ ട്രെൻഡ് ലൈനും കൂടെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ താഴേന്ന് അടിവാരത്തു നിന്ന് വാരിക്കൂട്ടാം. അപ്പം മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് നെഫ്റ്റിയിലുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ 23,784, 85 കൂട്ടാം. നമുക്ക് 85 ഒരു റൗണ്ട് ഫിഗർ ആക്കി വെക്കാം. ഓക്കെ, 85. ഓക്കെ, 24,85. ഇതാണ് നമ്മുടെ ഒരു മേജർ സംഭവം. ഇത് ബ്രേക്ക് ചെയ്യണം. കൂടുതൽ സംസാരിക്കാനല്ല ഇവിടെ. ഓക്കെ, ഇതിനകത്ത് കൺസോളിഡേറ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ചെയ്തൊരു ഡേ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് കഴിഞ്ഞാൽ നമുക്കൊരു നിഫ്റ്റിയിലൊരു ബുള്ളിഷ് സെറ്റപ്പും പിന്നെ ഓൾ ടൈം ഹൈയിലോട്ട് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യണം. ഇനിയും അടുത്തൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച ഞാൻ വേറൊരു കാര്യം, ഒരു പാറ്റേൺ ഞാനിവിടെ നിഫ്റ്റിയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നെനിക്കറിയത്തില്ല. ഓർക്കാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഞാൻ എന്തോ പറഞ്ഞതെന്ന്. ഞാനിവിടെ 2 സാധ്യത പറഞ്ഞു. 2 സാധ്യത. എന്താ ഞാൻ പറഞ്ഞത്? 2 സാധ്യത ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒന്നുകിൽ നിഫ്റ്റി ഇങ്ങനെ വന്ന് ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇങ്ങനൊരു സെറ്റപ്പ് ഇതിനകത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തുവാ, ഒരു സാധ്യത ഞാൻ പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കിക്കൂ, പോയി ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, ഇല്ലെങ്കിൽ അടുത്ത സാധ്യത എന്തുവാ? അടുത്ത സാധ്യത ഒന്നുകിൽ ഇങ്ങനെ പോകാനുള്ള സാധ്യത. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇങ്ങനെ വര ശരിയാകുന്നില്ല, കൈക്ക് പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ബോർഡ് ശരിയല്ല കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു സെറ്റപ്പ്, ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്കുണ്ട്. അപ്പോൾ ഈ 2 സെറ്റപ്പാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ 2 സെറ്റപ്പ് നമ്മൾ കാണണം. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ മേലോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ കുറഞ്ഞു വരും. ഇങ്ങനെ ഒരു സെറ്റപ്പ് വരും, അല്ലെങ്കിൽ ഇങ്ങനൊരു സെറ്റപ്പ് വരും. ഈ 2 സെറ്റപ്പ് നമ്മുടെ മനസ്സിൽ ഇരിക്കണം. ഓക്കെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. 2 ലെവലേ കൂടുതൽ പറയാനുള്ളൂ. ഒന്നുകിൽ 24,785 ബ്രേക്ക് ചെയ്ത് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ 23,500 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണം. ഈ 2 ഏതെങ്കിലും ഒന്ന് സംഭവിച്ചെങ്കിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ടെന്ന് പറയാൻ
നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇൻട്രാഡേയിലോട്ട് പോകാം. ഓക്കെ, കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇൻട്രാഡേ നമുക്ക് പോകാം. നാളെ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. നാളെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഈ ഈ ഈ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇതിൻ്റെ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഒരു ഹൈ ഉണ്ടാക്കി, അതിൻ്റെ ലോവർ ഹൈ, പിന്നെ ഒരു ഹയർ ഹൈ, പിന്നെ ഒരു ലോവർ ഹൈ, പിന്നെ അതിൻ്റെ ഒരു ലോവർ ഹൈ, ഇങ്ങനെ ലോവർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവുക. ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ, അങ്ങനെ ആ രീതിയിലൊരു സെറ്റപ്പാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ആ സെറ്റപ്പ് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെറ്റപ്പ് തീരാണ്ടോ, ഇത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനൊരു സെറ്റപ്പ് അതിനകത്ത് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ഇനിയിപ്പം നോക്കാനുള്ള വെച്ചാൽ ഇത് സംഭവം ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് ഇതും കൂടെ നമുക്ക് ഈ സെറ്റപ്പ് ആണ് നല്ലത്. ഈ സെറ്റപ്പ് ഇത് 23,960. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണം. ഓക്കെ, ഇതിൻ്റെ ഇൻട്രാഡേ നമുക്ക് മേലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ ബ്ലൂ ആക്കിയേക്കാം. ഓക്കെ, ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. ഇതിനകത്ത് ചെറിയ ടാർഗറ്റുകളാണ് ഇനിയുള്ളത് മേലോട്ട്. ഒന്നാമത്തെ ടാർഗറ്റ് ഇത്, രണ്ടാമത്തേത് ഇത്, മൂന്നാമത്തേത് ഇത്. ഇതാണ് മൂന്ന് ടാർഗറ്റുകൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇതെല്ലാം ഗ്രീൻ ആക്കണം. റെസിസ്റ്റൻസുകൾ ധാരാളം കാണും ഇനി ലിഫ്റ്റിക്ക് മേലോട്ട്. കാരണം ഓക്കെ, 110, 149 ചെറുതാണ് എങ്കിൽ തന്നെ വരയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇനി താഴോട്ട് നോക്കിയാൽ ഫസ്റ്റ് ടാർഗറ്റ് താഴോട്ട് വിട്ടാൽ ഇതാണ് 1. രണ്ടാമത്തേത് ഇത് രണ്ടാമത്തേത് ഇത് റെഡ്. രണ്ടാമത്തെ സെറ്റപ്പ് ഇത്. മൂന്നാമത്തേത് ഇത്. ഇത് അത്ര സുഖമല്ല. നാലാമത്തേത് ഇത്. 2500 കിടപ്പുണ്ട് ഇവിടെ. 2500 കിടപ്പുണ്ട്. അഞ്ചാമത്തേത് ഇവിടെ കിടക്കട്ടെ. ഓക്കെ, ഇത്രയാണ് ഉള്ളൊരു സെറ്റപ്പ്. നോക്കിക്കോട്ടെ, ഇത് ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ റെസിസ്റ്റൻസുകളാണ്. മാർക്കറ്റ് തട്ടിയേ താഴോട്ട് വരത്തുള്ളൂ. ഇവിടെ ഇതൊക്കെ വരച്ചിട്ടേക്കാം. ഇതൊക്കെ തട്ടിയേ വരത്തുള്ളൂ താഴോട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നാളെ ഇൻട്രാഡേ സെറ്റപ്പ് എന്നുള്ളത്. നാളെ ഇതാണ് ഇൻട്രാഡേ സെറ്റപ്പ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മേലോട്ട് 1, 2, 3, നമ്മുടെ 24,200. ഇപ്പോൾ എത്ര ക്ലോസിങ്? 23,990 അല്ല, 23,990 ക്ലോസിങ്. ഓക്കെ, ഇതിന് ശേഷം 24,223. അതിന് മേലോട്ട് ഒരെണ്ണം കൂടെ നമുക്ക് വരയ്ക്കാം. 24,223 മേലോട്ടേ ഒരെണ്ണം കൂടെ വരയ്ക്കാം. 45 മിനിറ്റ്സിലോട്ടൊന്ന് പോയിക്കോട്ടെ. ഇതുകൂടെ കിടന്നോട്ടെ.
അത്ര സുഖമല്ല അത്, കണ്ടിട്ട് അത്ര സുഖം തോന്നുന്നില്ല. ഓക്കെ, കൊള്ളാം, കുഴപ്പമില്ല. 24,341 40 കുട്ടി. നിങ്ങൾ വിചാരിക്കും ഞാനിത് പൊട്ടനെ പോലെ വരയ്ക്കുമായിരുന്നു. പൊട്ടനെ പോലെ വരയ്ക്കുന്നില്ല കേട്ടോ. പലതും ഞാൻ കണ്ടിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്, കാണാതെ വരയ്ക്കുകയല്ല. നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങനെ തോന്നും, പക്ഷെ ഞാൻ കണ്ടിട്ട് തന്നെയാണ് പലതും. എൻ്റെ കണ്ണിലുടക്കുന്ന കാര്യങ്ങളാണ്, പക്ഷേ ആ കണ്ണിലുടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട. ഇങ്ങോട്ടിരിക്കട്ടെ. നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ഒന്നും ചെയ്തേക്കണം കേട്ടോ. ഞാനിപ്പം അങ്ങനെ കൂടുതലൊന്നും പറയാറില്ല, കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ അത് പറയാറില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ഇതുകൊണ്ട് വല്ല ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. 24,340 വരെ ഞാൻ നാളത്തേക്ക് വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോ ട്രേഡിംഗ് സോണാണ്. താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്ന്, ഓക്കെ, രണ്ടാമത്തേത് ഇവിടുന്ന് ഇങ്ങോട്ട്, മൂന്നാമത്തേത് ഇങ്ങോട്ട്. ചെറിയൊരു, കാരണം ഇഷ്ടം പോലെ സപ്പോർട്ട് റെസിസ്റ്റൻസും ഉണ്ട്. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെയൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസും ഉണ്ട്. അതുകൊണ്ട് നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, 23,682 വരെ വരച്ച് ഞാൻ ഒരെണ്ണം അവിടെ കിടക്കട്ടെ, എങ്ങാണം പൊട്ടി തകർന്ന് വീണാലോ. 23,500 നമ്മുടെ കട്ട സാധനം, നമുക്കത് ഓർത്തു. ഓക്കെ, ഇത്രയും കിടക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നാളത്തെ ലെവലിൽ നിങ്ങളുടെ ചാർട്ട് മതി ഇതൊക്കെ വരച്ചിടുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോ ട്രേഡിംഗ് സോൺ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, ഒന്ന് എങ്ങോട്ടാണോ ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പം ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.